Hello everyone. BCAയുടെ മൊഡ്യൂൾ 1ന്റെ പാർട്ട് 2 ആണ് ഇന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അതിൽ ഇനി നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ചാണ്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള അക്കൗണ്ട്സ് ആണുള്ളത്. നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ്, റവന്യൂ, ഗെയിൻസ്, ലോസ്, ഇതിന്റെ പേരിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടുകളെയാണ് എന്ത് പറയുന്നത്? നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. സോ നോമിനൽ അക്കൗണ്ടിൽ സാലറി അക്കൗണ്ട് വരും, റെന്റ് അക്കൗണ്ട് വരും, വേജ് അക്കൗണ്ട് വരും, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇങ്ങനെയുള്ള അക്കൗണ്ടുകളൊക്കെ നമ്മൾ എന്തിലാണ് വരുത്തുന്നത്? നോമിനൽ അക്കൗണ്ടിലാണ്. ദെൻ അടുത്തത് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ പേരിലോ സ്ഥാപനത്തിന്റെ പേരിലോ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടുകളെ നമുക്ക് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയാം. എസ് അക്കൗണ്ട്, ബീസ് അക്കൗണ്ട്, കനറ ബാങ്ക് അക്കൗണ്ട്, ഇങ്ങനെയുള്ള അക്കൗണ്ടുകളെല്ലാം എന്താണ്? പേഴ്സണൽ അക്കൗണ്ടിലാണ് വരുന്നത്. ഈ പേഴ്സണൽ അക്കൗണ്ട് തന്നെ 3 തരത്തിലുണ്ട്. ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സ്ഥാപനങ്ങളുടെ പേരിലുള്ള, അതായത് റിയൽ ആയിട്ടുള്ള വ്യക്തികളല്ലാത്ത സ്ഥാപനങ്ങളുടെ പേരിലുള്ള അക്കൗണ്ടുകളെയാണ് എന്ത് പറയുന്നത്? ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ കമ്പനികളുടെ പേരിൽ ABC ലിമിറ്റഡ്, ഹോസ്പിറ്റൽസിന്റെ പേരിലുള്ള അക്കൗണ്ട്, പാർട്ണർഷിപ്പ് ഫേമിന്റെ പേരിലുള്ള അക്കൗണ്ട്, ഇതെല്ലാം ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് ആണ്. നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ പേരിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടുകളെ നമുക്ക് നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയാൻ പറ്റും. റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി, ഇപ്പോൾ ഒരു റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനോട് റെപ്രസെന്റ് ചെയ്തിട്ട് പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള അക്കൗണ്ടുകളെയാണ് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ റിയൽ അക്കൗണ്ട്, അസറ്റ്, ലാബിലിറ്റീസ്, അങ്ങനെയുള്ള കാറ്റഗറി ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന് ബേസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. റിയൽ അക്കൗണ്ടിനെ നമ്മൾ പെർമനന്റ് അക്കൗണ്ട് എന്നും പറയുന്നു. റിയൽ അക്കൗണ്ടിന് പിന്നെ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. കാരണം ഇപ്പൊ ആ റിയൽ അക്കൗണ്ടിന്റെ റൂള് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ വേറൊരെണ്ണം പറയണ്ടല്ലോ. സോ ഇനി നമുക്ക് പറയാനുള്ളത് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. നോമിനൽ അക്കൗണ്ടിന്റെ റൂൾസ്, പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിന്റെ റൂൾസ്: ഡെബിറ്റ് ദ ലോസസ് ഓർ എക്സ്പെൻസസ് ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസിന്റെ ലോസസ്, എക്സ്പെൻസസ്, ഇങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ സാലറി അക്കൗണ്ട് ഡെബിറ്റ് ആണ് ചെയ്യുക, റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ആണ് ചെയ്യുക, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ആണ് ചെയ്യുക. ദെൻ ക്രെഡിറ്റ് ദ പ്രോഫിറ്റ് ഓർ ഇൻകം ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യുക. ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇങ്ങനെയുള്ളതൊക്കെ ക്രെഡിറ്റ് ചെയ്യുക. പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള്: ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിസീവർ ആരാണോ സ്വീകരിക്കുന്ന ആള്, അയാളെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ദ ഗിവർ, നൽകുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ബിസിനസ് ഒരാൾക്ക് ക്യാഷ് കൊടുക്കാണ്ടായിരുന്നു, എ എന്ന വ്യക്തിക്ക് ക്യാഷ് കൊടുക്കാണ്ടായിരുന്നു. അപ്പൊ പെയ്ഡ് ക്യാഷ് ടു എ, എക്ക് ക്യാഷ് കൊടുത്തു. അപ്പോൾ ജേണൽ എൻട്രി എന്ത് വരും എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. പെയ്ഡ് ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തുനിന്ന് ക്യാഷ് പോയി. ക്യാഷ് എന്ന് പറഞ്ഞ ഒരു അസറ്റാണ്. അപ്പോൾ ഒരു ആസ്പെക്ട് വരിക ക്യാഷ് ടു എ. ആർക്കാണ് കൊടുക്കുന്നത്? എക്കാണ് കൊടുക്കുന്നത്, അല്ലേ? ഇനി ആരാണ് റിസീവ് ചെയ്തത്? അപ്പൊ നമ്മുടെ ആസ്പെക്റ്റിൽ നിന്ന്, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ആരാണ് നമ്മൾ കൊടുത്ത ക്യാഷ് റിസീവ് ചെയ്യുന്നത്? എ. അപ്പൊ എയുടെ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. കൂടാതെ നമ്മൾ ഡെബിറ്റ് അസറ്റ്, അല്ലേ? അസറ്റാണ് ക്യാഷ്. ആ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു.
കാരണം അസറ്റായ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. റിയൽ അക്കൗണ്ടിന്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ടു ദ ബിസിനസ്. ബിസിനസ്സിൽ എന്താണോ വരുന്നത് ആ അസറ്റുകളെ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ബിസിനസ്സിൽ വരുന്ന അസറ്റുകളെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ബിസിനസ്സിൽ നിന്ന് പോകുന്ന അസറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യും. ഇത്രയാണ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് വരുന്നത്. ഇനി അടുത്തത് പറയാനുള്ളത് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. രണ്ട് തരത്തിലുള്ള സിസ്റ്റം ആണുള്ളത്. സിംഗിൾ എൻട്രി സിസ്റ്റം ഉണ്ട്, ഡബിൾ എൻട്രി സിസ്റ്റം. രണ്ട് തരത്തിലുള്ള സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഇതാണ് ഉള്ളത്. സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാ ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്താത്തൊരു സിസ്റ്റമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസ്, വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ അങ്ങനെയുള്ളത് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്, സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ട്രാൻസാക്ഷൻ നമ്മൾ രണ്ട് ആസ്പെക്റ്റ് ആണെന്ന് പറഞ്ഞു. ആ രണ്ട് ആസ്പെക്റ്റും ഒരുപോലെ രേഖപ്പെടുത്തുന്ന സിസ്റ്റത്തെ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയും. അത് അക്കൗണ്ടിങ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റം ആണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ കേട്ടോ. ഇനി അടുത്തത് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് വെച്ചിട്ട് രണ്ട് തരത്തിലുള്ള അപ്രോച്ചസ് ആണുള്ളത്. ക്യാഷ് ബേസിസും ഉണ്ട്, അക്രൂവൽ ബേസിസും ഉണ്ട്. ക്യാഷ് ബേസിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് ആ ക്യാഷ് കിട്ടിയോ അത് അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തോ അങ്ങനെ അത് റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് രീതിയാണ് എന്ന് പറയുന്നത് ക്യാഷ് ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും അതിൽ രേഖപ്പെടുത്തില്ല. യഥാർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും രേഖപ്പെടുത്തും. അക്രൂവൽ ബേസിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും. അപ്പൊ കിട്ടിയോ കൊടുത്തോ എന്നല്ല, കിട്ടാനായിട്ടുണ്ടോ കൊടുക്കാനായിട്ടുണ്ടോ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് രേഖപ്പെടുത്തുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റം ആണ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് ഇനി അക്കൗണ്ടിങ്ങിലെ കുറെ ബേസിക് ടേംസ് ആണ് നമുക്ക് പറയാനുള്ളത്. ബിസിനസ് ട്രാൻസാക്ഷൻ, ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകൾ, ഡീലിങ്സ്, അത് പണത്തിന്റെ രൂപത്തിൽ നമുക്ക് മെഷർ ചെയ്യാനും അതിൽ പണത്തിന്റെ മൂല്യത്തിലുള്ള സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യലും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാൻ പറ്റും. രണ്ട് തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്. ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നത് ക്യാഷ് ബേസിസിലാണ്. ഇപ്പൊ 10,000 രൂപയുടെ സാധനം വിറ്റു, സാധനം അങ്ങ് പോയി, പകരം 10,000 കിട്ടി, അത് കംപ്ലീറ്റ് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. മേ ബി അത് 2 മാസം കഴിഞ്ഞ് അതിന്റെ ക്യാഷ് കൊടുക്കാം എന്നുള്ളൊരു ബേസിസിൽ കൊടുക്കുകയാണെങ്കിൽ അത്തരം ട്രാൻസാക്ഷൻ നമുക്ക് എന്ത് പറയാം, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. Then ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ലാസ്റ്റ് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഉണ്ടായിരിക്കും, ബാലൻസ് ഷീറ്റും ഉണ്ടായിരിക്കും. എന്താണ് അസറ്റ്? അസറ്റ് എന്ന് പറഞ്ഞാൽ തിങ്സ് ഓഫ് വാല്യൂ ഓൺഡ് ബൈ ദ ബിസിനസ്. ബിസിനസിന്റെ സ്വന്തമായിട്ടുള്ള മൂല്യമുള്ള പ്രോപ്പർട്ടീസിനെയാണ് എന്ത് പറയുന്നത്, അസറ്റ് എന്ന് പറയാം. അസറ്റുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ഫിക്സഡ് അസറ്റ്സും കറണ്ട് അസറ്റ്സും. ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ദീർഘകാലത്തേക്ക് വേണ്ടിയിട്ട് ബിസിനസിന്റെ ദീർഘകാല ആവശ്യങ്ങൾക്ക് വേണ്ടി മേടിച്ചു വയ്ക്കുന്ന അസറ്റുകളെ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയും. അത് ശരിക്കും ബിസിനസ്സിന് ഇൻകം ജനറേറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു ബിൽഡിംഗ് വാങ്ങിക്കുന്നു, അപ്പൊ ബിൽഡിംഗ് വാങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ കാലം ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ബിൽഡിംഗ് എന്തിനു സഹായിക്കുന്നു, ഒരു ബിസിനസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു, അതിലൂടെ ഇൻകം ഉണ്ടാക്കാം അല്ലേ. ഒരു മെഷീനറി മേടിച്ചാൽ ആ മെഷീനറി ഉപയോഗിച്ചിട്ട് നമുക്ക് കുറെ സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ലോങ് ടേം ആയിട്ടുള്ള അസറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം അസറ്റുകൾ പ്ലാന്റ്, മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ് ഒക്കെ ഫിക്സഡ് അസറ്റ്സ് ആണ്. ഫിക്സഡ് അസറ്റ്സുകളെ ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്, ഇൻടാഞ്ചിബിൾ, വേസ്റ്റിംഗ് ആൻഡ് ഫിക്ടീഷ്യസ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയാം.
ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന ഫിക്സഡ് അസറ്റ് ടാഞ്ചിബിൾ. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ കാണാനും പറ്റില്ല, തൊടാനും പറ്റില്ല. ഗുഡ് വില്ല്, പേറ്റന്റ്, ട്രേഡ് മാർക്സ്, കോപ്പി റൈറ്റ്സ് ഇതൊക്കെ ഇൻടാഞ്ചിബിൾ ആണ് കേട്ടോ. വേസ്റ്റിംഗ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വരുന്ന അസറ്റുകളെ എല്ലാ തരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സസ്, മൈൻസ്, കോറീസ്, ഓയിൽ ഫീൽഡ്സ് ഇതൊക്കെ ഉദാഹരണമാണ്. ഫിക്ടീഷ്യസ് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അസറ്റ് അല്ല, പക്ഷെ ചില ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ട് നമ്മൾ രേഖപ്പെടുത്തുന്ന, ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തുന്ന ചില അസറ്റുകൾ. അപ്പൊ ആ അസറ്റുകളെ നമുക്ക് ഫിക്ടീഷ്യസ് അസറ്റ്സ് എന്ന് പറയാം. ഉദാഹരണം പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ്, ഡിബഞ്ചേഴ്സ് അങ്ങനെയുള്ളത്. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്രസ്വകാല ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുള്ള അസറ്റുകളെയാണ് കറണ്ട് അസറ്റ്. അത് എത്രയും പെട്ടെന്ന് വേഗത്തിൽ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ക്യാഷ് ആക്കി മാറ്റാനും പറ്റും. നമ്മുടെ ഒരു ഇയറിലുള്ള ബിസിനസ് സൈക്കിളിൽ നമ്മളത് യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള അസറ്റുകളെ നമുക്ക് എന്ത് പറയാം? കറണ്ട് അസറ്റ്സ്. ഇപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡും, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, പലതരം സ്റ്റോക്ക് ഉണ്ട്, റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസിന്റെ, ഫർണിഷ്ഡ് ഗുഡ്സിന്റെ, ഡെപ്റ്റേഴ്സ്, ബിൽസ് റെസിബിൾ, ഇതെല്ലാം എന്താ? കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സിനെ ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് അസറ്റ്സ് എന്ന് പറയും. ഇനി അടുത്തത് ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട്, പുറമേ ഉള്ളവരോട് ബിസിനസ്സിനുള്ള ഒരു ഒബ്ലിഗേഷൻ, ബാധ്യത ഉണ്ടാവുമല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്? ലയബിലിറ്റീസ് എന്ന് പറയും. അത് ഏതൊക്കെ രീതിയിലാവാം? അവരിൽ നിന്ന് ക്യാഷ് കടം വാങ്ങിയ രീതിയിലാവാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് കടത്തിന് സാധനങ്ങൾ മേടിച്ച രീതിയിലോ, സർവീസസ് നമ്മൾ കടമായിട്ട് റെൻഡർ ചെയ്ത വകയിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? മറ്റുള്ളവരോട് ലയബിലിറ്റീസ് വരാം. അതിൽ പുറമേ ഉള്ളവരോടുള്ള ലയബിലിറ്റീസിനെ ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്നും, ഇനി മറ്റേ നമ്മുടെ ബിസിനസിന്റെ വേറൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരോടുള്ള ലയബിലിറ്റിയെ നമ്മൾ എന്ത് പറയുന്നു? ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയും കേട്ടോ. ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞ ബിസിനസിന്റെ ഉടമസ്ഥരോടുള്ള, ബിസിനസ് സ്ഥാപനത്തിനോടുള്ള ലയബിലിറ്റി ഓണേഴ്സ് ഇക്വിറ്റി. ഉടമസ്ഥരല്ലാത്ത ബാക്കിയുള്ള പുറമെയുള്ള വ്യക്തികളോടുള്ള ബാധ്യതകളെ ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്ന് പറയും. ലയബിലിറ്റി രണ്ട് തരത്തിലുണ്ട്. കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വിത്തിൻ 1 ഇയർ നമ്മൾ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെ നമുക്ക് കറണ്ട് ലയബിലിറ്റി എന്ന് പറയാം. നോർമൽ ട്രേഡ് ആക്ടിവിറ്റീസിൽ വരുന്ന ബാധ്യതകളാണ്. അതിൽ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഒക്കെ. ഫിക്സഡ് അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 1 ഇയർ നമ്മൾ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെ ഫിക്സഡ് അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറയുന്നു. ലോങ് ടേം ബാങ്ക് ലോൺസ് ഒക്കെ ഉദാഹരണം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിലോട്ട് ഉടമസ്ഥൻ കൊണ്ടുവരുന്ന പണം, പണത്തിന്റെ മൂല്യമുള്ള ഏത് വസ്തുവകകളെയും നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ എന്ന് പറയാൻ പറ്റും കേട്ടോ. ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, വർക്കിംഗ് ക്യാപിറ്റൽ. ദീർഘകാല അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഹ്രസ്വകാല ആവശ്യങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ളത് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസിന്റെ ഉടമസ്ഥൻ അയാളുടെ സ്വന്തം ആവശ്യത്തിനോ വീട്ടാവശ്യത്തിനോ ബിസിനസ്സിൽ നിന്ന് പിൻവലിക്കുന്ന പണമായിരിക്കാം, വസ്തുവകകളായിരിക്കാം, അതിനെ നമുക്ക് ഡ്രോയിങ്സ് എന്ന്. റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സാധനങ്ങൾ, സേവനങ്ങൾ വിൽക്കുന്നതിലൂടെ ഒരു ബിസിനസ് ഏൺ ചെയ്യുന്ന തുകയെ നമുക്ക് എന്ത് പറയാം? റവന്യൂ എന്ന് പറയാം. അത് റെക്കറിങ് നാച്ചുറൽ. റെക്കറിങ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സ്വഭാവമുള്ളതാണ് റവന്യൂ എന്ന് പറയുന്നത്. മെയിൻ റവന്യൂ എന്താണ്? സെയിൽസ് ആണെന്ന് പറയാം. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഇൻവേർഡ്. ഒരു റവന്യൂ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന തുകയാണ് എന്ത് പറയുന്നത്? എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെന്റ് കൊടുക്കുന്നതും, വേജ് കൊടുക്കുന്നതും, സാലറി കൊടുക്കുന്നതും ഒക്കെ നമ്മൾ റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ദീർഘകാല സ്വഭാവമുള്ള ചെലവുകളെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. എക്സ്പെൻഡിച്ചറുകളെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ദീർഘകാല മേന്മ കിട്ടുന്ന, ഗുണങ്ങൾ കിട്ടുന്ന എക്സ്പെൻഡിച്ചറുകളെ ക്യാപിറ്റൽ. അപ്പോൾ പ്ലാന്റ്, മെഷീനറി, ലാൻഡ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ചെലവുകളെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഹ്രസ്വകാല ആവശ്യങ്ങളിലേക്ക് ഉള്ള ഗുണങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും പറയാം. ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഗ്രോസ് ഡിക്രീസ് ഇൻ ദി അസറ്റ്സ്. അസറ്റുകളുടെ വാല്യൂവിൽ ഉണ്ടാവുന്ന ഇടിവ് അല്ലെങ്കിൽ നമ്മുടെ ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നതും നമുക്ക് എന്ത് പറയാം? ലോസ് എന്ന് പറയാം.
നമ്മുടെ വരവിനേക്കാൾ കൂടുതലുള്ള ചെലവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇൻകം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ മൊത്തത്തിലുള്ള നെറ്റ്വർത്ത് ബിസിനസ് ആക്ടിവിറ്റീസിലൂടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇൻകം എന്ന് പറയുന്നത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചെലവിനേക്കാൾ കൂടുതലുള്ള വരവിനെ നമുക്ക് എന്ത് പറയാം? പ്രോഫിറ്റ്. ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽക്കാൻ വേണ്ടി ഒരു ട്രേഡർ ഡീൽ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള വസ്തുവകകളെയും ഗുഡ്സ് എന്ന് പറയാൻ പറ്റും. പർച്ചേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കടത്തിനായിട്ട്, ക്യാഷിനായിട്ട് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള എല്ലാത്തരം സാധനങ്ങളെയും നമുക്ക് എന്ത് പറയാം? പർച്ചേസസിൽ പെടുത്താൻ പറ്റും. സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു വിൽപ്പനയിലൂടെ, സെയിൽസ് പ്രൊസീഡ്സിലൂടെ നമ്മൾ നേടുകയാണ് റെസിപ്റ്റ് ഫോർ സർവീസ്, അല്ലെങ്കിൽ എന്തായിരിക്കും? റെസിപ്റ്റ് ഫോർ സർവീസസ് റെൻഡേർഡും ആവാം. സാധനങ്ങൾ വിൽക്കുന്നതിലൂടെ അല്ലെങ്കിൽ സർവീസസ് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നതിലൂടെ ഉണ്ടാവുന്ന പ്രൊസീഡ്സ് ആണ് എന്ന് പറയുന്നത് സെയിൽസ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങളുടെ ഒരു കളക്ഷന്, അതാണ് എന്ത് പറയുന്നത്? സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒരു ഇയർ എൻഡിലുള്ള സ്റ്റോക്കിനെ നമുക്ക് എന്ത് പറയാം? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാം, അല്ലേ? ഇനി അടുത്ത ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സ്. ആരാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിന് ആരാണോ ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ളത് അവരെയാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയും. എപ്പോഴാണ് ഡെപ്റ്റേഴ്സ് ഉണ്ടാവുക? സാധനങ്ങൾ കടത്തിന് വിൽക്കുമ്പോൾ. ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോഴാണ് എന്ത് വരുന്നത്? ഡെപ്റ്റേഴ്സ് വരുന്നത്. സൺഡ്രി ഡെപ്റ്റേഴ്സ്, അക്കൗണ്ട് റിസീവബിൾസ് എന്നൊക്കെയുള്ള പല പേരുകളിലും നമുക്ക് ഇവരെ പറയാവുന്നതാണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് കടത്തിന് സാധനങ്ങൾ മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഗ്രൂപ്പ്, നമ്മൾ ആരോടൊക്കെയോ ലാബിലാവില്ലേ ക്യാഷ് കൊടുക്കാൻ, ആ ഒരു ടീമിനെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അവർ അക്കൗണ്ടിങ് പേയബിൾസ് അല്ലെങ്കിൽ സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഉള്ളത്. ഓക്കെ.